അവൻ പൗലോസ് പറയുന്നു, അവൻ ആ നാട്ടുകാര് ബർബരന്മാർ തീ കൂട്ടി, മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ കൈക്കൊണ്ടു. അനേകര് പറക്കി വിറകഷ്ണങ്ങൾ ഇട്ടു, പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ പൗലോസ് ഒരു വിറക് കഷ്ണം പിറക്കിയിട്ടപ്പോ ചൂട് നിമിത്തം ഒരണലി പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. പലരും വിറക് കഷ്ണങ്ങൾ പിറക്കിയിട്ടത്, അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് കൃത്യമായി അമേൻ അമേൻ ഒരു വിറക് കൊള്ളി എടുത്ത് കത്തുന്ന തീക്കകത്തോട്ടിട്ടു. ആ നാട്ടിലെ ആൾക്കാര് പാമ്പ് കടിച്ചെന്നല്ല പറഞ്ഞത്, നീതി ദേവി ഈ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാ പറഞ്ഞത്. കടിച്ചു തൂങ്ങിയത് ദൃശ്യ മണ്ഡലത്തിൽ അത് അണലിയായിട്ടാണെങ്കിലും അദൃശ്യ മണ്ഡലത്തിൽ ആ ദേശത്തെ അടക്കി ഭരിക്കുന്ന ദേവീ ശക്തിയാണ്. ഇവര് വളരെ നേരം കാത്തു നിൽക്കുകയാ. ഈ മനുഷ്യൻ ഇപ്പൊ വീർത്ത് ചാകും. ദേശത്തെ നോക്കി ഒരാലോചന ആത്മാവിൽ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തം ഇവിടെ ഇരിക്കുന്ന നിന്റെ മേൽ മുദ്രയുണ്ടെന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവനാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഈ ജീവൻ നമ്മുടെ മേൽ വ്യാപിക്കുമ്പോൾ നിന്നെ മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് മരണത്തിന്റെ വ്യാപാരം നിന്നിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശത്രു നിനക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ ആഭിചാരം ചെയ്തത് കൊണ്ടോ, നേർച്ചകൾ ചെയ്തത് കൊണ്ടോ, ശാപങ്ങൾ പറഞ്ഞത് കൊണ്ടോ നീ തകർന്നു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ രക്തത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അസാധാരണമായതാണ്.